നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നമുക്ക് കായിക വാർത്തകൾ വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. ലാലിഗയിലേക്കാണ് ആദ്യമായി പോകുന്നത്. ലാലിഗയിൽ നിന്ന് ബാഴ്സലോണയ്ക്ക് വളരെ നിർണായകമായ ഒരു മത്സരമാണ്. ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും ഇന്ന് കളത്തിലിറങ്ങും. ബാഴ്സലോണയ്ക്ക് അലാവസാണ് എതിരാളികൾ. ഇന്ന് ജയിക്കാനായാൽ ബാഴ്സയ്ക്ക് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് തിരിച്ചെത്താം എന്നുള്ളതാണ് ഇന്നത്തെ കളിയിലെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ബാഴ്സയ്ക്ക് ഇന്നത്തെ കളി വളരെയധികം പ്രധാനമാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് ഒവീദോ പോരാട്ടവും ഇന്ന് നടക്കും. അതോടൊപ്പം മയോർക്കയും ഒസാസുനയും നേർക്കുനേരെത്തുമ്പോൾ ലിവാന്റിക് അത്ലറ്റിക് ക്ലബ്ബാണ് എതിരാളികൾ. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് ഇറങ്ങുകയാണ്. ലീഡ്സ് യുണൈറ്റഡ് ആണ് സിറ്റിയുടെ എതിരാളികൾ. നിലവിൽ 22 പോയിന്റുകളുമായി പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് സിറ്റി. ടോട്ടനം ഫുൾഹാം പോരാട്ടവും ഇന്നുണ്ട്. എവർട്ടൺ ന്യൂ കാസിലിനെയും ബ്രെൻഫോർഡ് ബേൺലിയെയും ഇന്ന് നേരിടും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യയുടെ ഏകദിന പരമ്പര നാളെ മുതൽ തുടങ്ങുകയാണ്. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. അതിൽ ആദ്യ മത്സരം റാഞ്ചിയിലാണ് നടക്കുക. പരിക്കേറ്റ നായകൻ ശുഭ്മൻ ഗില്ലിന് പകരം രാഹുലിന്റെ കീഴിലായിരിക്കും ഇന്ത്യ ഇറങ്ങുക. ജസ്പ്രീത് ബുംറയ്ക്കും മുഹമ്മദ് സിറാജിനും വിശ്രമം നൽകിയതോടെ ഹർഷ്ദീപ് സിംഗിനാണ് ബൌളിംഗിന്റെ ചുമതലയുള്ളത്. പരിക്ക് മൂലം പുറത്തിരിക്കുന്ന ശ്രേയസ് അയ്യർക്ക് പകരം തിലക് വർമ്മയ്ക്കാവും അവസരം ലഭിക്കുക. രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണറുടെ റോളിൽ യശസ്വി ജസ്വാളും എത്തും. വിരാട് കോഹ്ലിയും ടീമിലുണ്ട്. സ്വന്തം മണ്ണിൽ ടെസ്റ്റ് പരമ്പര തോറ്റ ഇന്ത്യക്ക് ഏകദിന പരമ്പരയിൽ ജയം അനിവാര്യമാണ്. ആഷസ് 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിലും ഓസ്ട്രേലിയൻ ടീമിൽ നായകൻ പാറ്റ് കമ്മിൻസ് ഇല്ല. പരിക്ക് പൂർണ്ണമായും ഭേദമാവാത്ത കമ്മിൻസും പേസർ ജോസ് ഹേസിൽവുഡും ഇല്ലാതെ ആഷസ് 2-ാം ടെസ്റ്റിനുള്ള ഓസീസ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പർത്തിൽ ആദ്യ ടെസ്റ്റിൽ വിജയിച്ച 14-അംഗ സ്ക്വാഡിൽ മാറ്റവുമില്ല. സ്റ്റീവ് സ്മിത്ത് 2-ാം ടെസ്റ്റിലും ടീമിനെ നയിക്കും. ഡിസംബർ 4 മുതൽ ബ്രിസ്ബെയിനിലാണ് ഡേ നൈറ്റ് ഫോർമാറ്റിൽ നടക്കുക. ശ്രീലങ്ക പാകിസ്ഥാൻ സിംബാബ്വെ ത്രിരാഷ്ട്ര T20 പരമ്പരയിൽ പാകിസ്ഥാൻ ശ്രീലങ്ക ഫൈനൽ ഇന്നാണ്. അവസാന മത്സരത്തിൽ പാകിസ്ഥാനെതിരായ 6 റൺസ് ജയത്തോടെയാണ് ശ്രീലങ്ക ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ലങ്ക 5 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസ് എടുത്തപ്പോൾ പാകിസ്ഥാൻ ഇന്നിംഗ്സിന് 178 റൺസിലാണ് അവസാനിച്ചത്. ആദ്യ 3 മത്സരങ്ങളിൽ വിജയിച്ച് പാകിസ്ഥാൻ നേരത്തെ തന്നെ ഫൈനലൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. സൂപ്പർ ലീഗ് ഫുട്ബോൾ 2-ാം സീസണിൽ കണ്ണൂർ വാരിയേഴ്സിന് തുടർച്ചയായ 2-ാം തോൽവി ആയിരിക്കുകയാണ്. കണ്ണൂർ വാരിയേഴ്സിന് എന്തോ അത്ര നല്ല സമയമല്ലാന്ന് തോന്നുന്നു. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കാലിക്കറ്റ് FC 1-2 ഗോളിനാണ് കണ്ണൂരിനെ തോൽപ്പിച്ചത്. ഇതോടെ കണ്ണൂരിന്റെ ടൂർണമെന്റിലെ സെമി സാധ്യതയും മങ്ങിയിരിക്കുകയാണ്. ഇനി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ മുഖ്യ പരിശീലകനായി സെർജിയോ ലൊബേറ ചുമതലയേൽക്കുന്ന ഒരു വാർത്തയാണ്. ഹൊസെ മോളിനോയ്ക്ക് പകരക്കാരനായാണ് ലൊബേറ എത്തുന്നത്. ഒഡീഷ FCയുടെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ ശേഷമാണ് ലൊബേറയുടെ വരവ്. ISLൽ മുംബൈ സിറ്റിയെ കിരീടം ചൂടിച്ചൊക്കെ പരിശീലകനാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ വിജയ പ്രതീക്ഷയിലാണ് ടീം. ഇനി ഇന്ത്യക്കാർക്ക്, ഇന്ത്യൻ ഹോക്കി ആരാധകർക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് വിജയ തുടക്കമുണ്ടായിരിക്കുകയാണ്. ആദ്യ ദിനം ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ ചിലിയെ എതിരില്ലാത്ത 7 ഗോളുകൾക്കാണ് ഇന്ത്യൻ ടീം തോൽപ്പിച്ചത്. റോസൻ കുജൂർ, ദിൽരാജ് സിംഗ് എന്നിവർ ഇരട്ട ഗോളുകൾ നേടിയിരിക്കുകയാണ്. പൂൾ ബിയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഒമാനെയാണ് നേരിടാൻ പോകുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ കളിക്കാൻ യോഗ്യത നേടിയിരിക്കുകയാണ് ഇന്ത്യയുടെ നിക്കി പുനാച്ചെ. അടുത്ത വർഷം ജാനുവരിയിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പണിലുള്ള ഏഷ്യ പസഫിക് വൈൽഡ് കാർഡ് പ്ലേ ഓഫിൽ ജേതാവായതോടെയാണ് ഡബിൾസിൽ മത്സരിക്കാൻ യോഗ്യത നേടിയത്. തമിഴ്നാട്ടുകാരനായ നിക്കി ആദ്യമായാണ് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിന് യോഗ്യത നേടുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്.